അന്നപ്പോളേ നമ്മൾ കുറെ നേരം കാത്തു നിന്നിട്ട് നമുക്ക് ആളെ കിട്ടിയിരിക്കണം. ചാൻസ് തരുന്നില്ല. അഞ്ചെന്ന പ്രശ്നമാണ്. നാളെ പൊരിയ നടി അതിനോട് പിന്നെ ആയി ഞങ്ങൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉനീസിന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നിഷാൽ അങ്ങ് എവിടുന്നോ വരുന്നുണ്ട്. എവിടുന്നതിനു പെരിന്തൽമണ്ണ വരുന്നുണ്ട്. നമുക്കൊരു കേക്ക് ഒപ്പിക്കണം. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഫ്രഷായി ഇറങ്ങിയതാണ്. രണ്ടാളും ഉണ്ട്, ഫനും ഉണ്ട്. ആശാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് സർപ്രൈസ് ആയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കേക്ക് പോയി വെക്കാം. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൽ ഉള്ള ഇപ്പം തുറന്നിരിക്കുന്ന ഒരു കേക്ക് കട. രാത്രി കുറച്ച് സമയം അയക്കണേ. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകാന്ന് വെച്ച്. അന്നപ്പോളേ നമ്മൾ കുറേ നേരം കാത്തു നിന്നിട്ട് നമുക്ക് ആളെ കിട്ടിയേക്കിന്. പക്ഷേ ഇത് നിഷാല. അതെ, ഉനീസ് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ നമ്മളാൾക്ക് ഒരു ഷുഗർ കട്ടാണ് ആള്. അതുകൊണ്ട് നമുക്ക് നല്ല മധുരമുള്ള ഒരു കേക്ക് നോക്കി വാങ്ങണം. അതെ, അണ്ണൻ അതാകുമ്പോ നോക്കി നിൽക്കുള്ളൂ, നമുക്ക് തിന്നാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് അണ്ണന്റെ ചെലവിൽ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. അത് വേറെ കാര്യം. അതിനാണിപ്പം ഇവിടെ കുറെ ഐറ്റം കേക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചെറുതൊക്കെ ഒന്ന് മതിയല്ലോ. ഓക്കെ സാധനം സെറ്റ്. ഉനുമോൻ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കണോ? നമ്മൾ ഉനീസിനെയും കാത്തിക്കാണ്. ഇപ്പോൾ അവർ കേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് പേര് ചെയ്താൽ കൊടുത്തിട്ടുണ്ട്. വിശാല് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നില്ല. പിന്നെ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ കിട്ടിയതിന് ഒരു സ്പോട്ട് ചെയ്തിന് ചാൻസ് തരുന്നില്ല. അഞ്ചെന്ന പ്രശ്നമാണ്. നാളെ പൊരിയ നടി അതിനോട് പിന്നെ ആയി ഞങ്ങൾ പക്ഷെ അപ്പോൾ അവർ പക്ഷെ വന്നിട്ട് ബാക്കി ഹാപ്പി ബർത്ത്ഡേ മഞ്ചനൊന്ന് കാണിക്കും. പഴയ പമ്പിലെടുത്താണോ? എന്താണ് ഞാൻ ആട്ടി വിട്ടാനുള്ള തന്തന ഒരു തന്തേ വെള്ളടിച്ച പൂക്കിസ്റ്റാറ് എന്താ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തു. എന്നിട്ട് പാട്ടും ഒരു പാട്ട് വേറെ പാട്ടുണ്ടേനു. ഞാനും വിചാരിച്ചു ഒരു പഴയ മലയാള സിനിമ പാട്ട് പൂവന്നെ കൂട്ടായിനു. എന്നാലും ഞാനും സ്റ്റോറി ഇട്ടോ പാട്ടിട്ടില്ല. പിന്നെ സ്റ്റോറി നോക്കുമ്പോൾ അതിന് പാട്ട് ഓൾറെഡി ഉണ്ട്. സ്കൂളിൽ പോയിട്ടാണ് സ്റ്റോറി എടുത്തത്. ഏത് സ്കൂളിലാണ്? നമ്മളാ ഒരു പാടി മാറിയുള്ള സ്ഥലമാണ്. ഈ ആംഗ്ലോക്ക് ഇവിടെ വിളിച്ചിട്ടുണ്ടാവും. മധുരം കഴിക്കാൻ നല്ലതാ. അത് നമ്മൾ കുടിച്ചോളൂ. കുട്ടിക്ക് കുടിയല്ല തന്തക്ക് 18 എത്ര കൊല്ലം മുന്നേ? 5-8 കൊല്ലം മുന്നേ ആണല്ലോ 18ആയി. എടുത്തോണ്ടോ ഒരു കഷ്ണം. എനിക്കൊരു കട്ടുമില്ല. അതിന്റെ അടുത്ത് നല്ലതാ. നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ കിട്ടിയതിന് ഒരു സ്പോട്ട് ചെയ്തിന് ചാൻസ് തരുന്നില്ല. അഞ്ചെന്ന പ്രശ്നമാണ്. നാളെ പൊരിയ നടി അതിനോട് പിന്നെ ആയി ഞങ്ങൾ പക്ഷെ അപ്പോൾ അവർ പക്ഷെ വന്നിട്ട് ബാക്കി നമ്മൾ ഞങ്ങൾ കേക്ക് കഴിച്ചിട്ട് കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അഫാന്റെ പേരല്ലേ, പല ആൾക്കാരും ഉണ്ടാവും. നമ്മൾ സ്കൈലാർക്കൊക്കെ പോയിട്ടാണ് ഫുഡ് അടിക്കാൻ. അതെ, ഫുഡ് അടിക്കാൻ. എത്ര നേരമായാലും ഇവിടെ ഫുഡ് ഉണ്ടാവുമായിരിക്കും. ആളെ കണ്ടിട്ട് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരാൾ സുണ്ണാമണി കാട്ടി പച്ചക്ക് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? എന്താ പറയാനുള്ളത്? ബർത്ത്ഡേ അടിക്ക് പറയാനുള്ളത് പറയും. ഇതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ രക്ഷപ്പെടണം. രക്ഷപ്പെടും ഇല്ല
ഞാൻ കാണിച്ച സാധനമല്ലേ കിടില സാധനം. ഗ്രൂപ്പിലിട്ട് അതിൻ്റെ ഒരു പുതിയ വേർഷനാണ്. ഇൻഷാ അല്ലാ കുറച്ച് വർഷങ്ങൾ 2-3 വർഷം മാക്സിമം അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഷോപ്പ്, ഷൂവിൻ്റെ ഷോപ്പ് നമ്മളെ കോഴിക്കോട് ഇല്ല, കോഴിക്കോടല്ല, ഫസ്റ്റ് ഞാൻ ഈങ്ങാപ്പ ഒരു ഔട്ട്ലെറ്റ് ഇട്ടിരിക്കും. മനീഷ്ക, ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറ. ബർത്ത്ഡേ അടിപൊളിയാണ്. സംഭവം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വണ്ടേ ഒക്കെ ആയി, പക്ഷെ ഇവിടെ ആരും ഇല്ല, നിങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് വന്ന് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ തന്ന് നമ്മൾ ഫുഡും കഴിച്ച് റെസ്റ്റോറൻറ്റ് സ്കൈലാർക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി. ഈ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു 2 മാസം അല്ല അടുത്ത മാസം ഒരു ബർത്ത്ഡേ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഇങ്ങോട്ട് ഉണ്ട്. പിന്നെ കുറച്ച് സമയം വരും. ഒരു നീണ്ട നിരയായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പൂവിൻ്റെ ഒക്കെ വരാണ്ട്, പൂവിൻ്റെ ഉണ്ട്, മിന്നുവിൻ്റെ ഉണ്ട്, എല്ലാവരും വരാണ്ട്. എല്ലാവരും പിടിക്കും, ആരും പേടിക്കണം. എല്ലാത്തിനെയും ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചില്ല. അന്നപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. ബായ്.